നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മുഖത്തേക്ക് നോക്ക്. നോക്കാൻ നീ എനിക്കാരാ? എന്താ അമ്മേ? ചോദിച്ചതിന് ഉത്തരം പറയടി. നീ എനിക്കാരാ? എന്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാനുള്ള ധൈര്യം നിനക്കുണ്ടോന്ന് എനിക്ക് അറിയണം. പറയടി. അമ്മയുടെ മോളല്ലേ ഞാൻ? ഒരു സ്ത്രീക്ക് പ്രസവിക്കാത്ത ഒരു പെണ്ണ് എങ്ങനെയടി മോളാവുന്നേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ പെണ്ണ് മരുമകളായി വരുമ്പോ പറ, നീ എന്റെ മരുമകളാണോ? അയ്യോ അമ്മ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്റെ മകനല്ലേ? എന്നോട് കള്ളം പറഞ്ഞ് ഞാൻ നിന്നെ ശപിച്ചു പോകും. അന്ന് പെരുവണ്ണാമത്ത് വെച്ച് നിന്നെ രക്ഷിക്കാനായി സഞ്ജു നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാൻ ഇന്നും ഓർക്കുന്നു. അന്ന് രാത്രി ഒത്തിരി വൈകിയവൻ വന്നത്. അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ മഞ്ഞൾ പുരണ്ട നെൽമണികൾ ഉണ്ടായിരുന്നു. ഇതെന്താ പോ? നിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇതെന്താണെന്ന് അറിയോ? നാട്ടിൻപുറത്തെ ചില കല്യാണങ്ങൾക്ക് താലികെട്ട് സമയത്ത് ആശീർവദിക്കാൻ എറിയുന്ന നെല്ലും പോവാ ഇത്. അല്ല, ഇന്നലെ നീ ആരുടെയെങ്കിലും കല്യാണത്തിന് പോയിരുന്നോ? കല്യാണത്തിനോ? ആരുടെ? ഇനി ഞാനറിയാതെ നീ രഹസ്യമായിട്ട് വല്ല കല്യാണം കഴിച്ചോടാ? ഇനി നീ എന്റെ മുമ്പിൽ നിഷേധിക്കോ? ക്ഷമിക്കണേ അമ്മ. അമ്മ എന്നോട് പൊറുക്കണേ അമ്മ. എവിടേക്കെങ്കിലും പോയിക്കോളാം. പലവട്ടം ഞാൻ പോയതാ അമ്മ. പോകാനോ? നീ മോള് എന്റെ ആദ്യത്തെ മരുമകള്. അമ്മ, ഭാഗ്യം കെട്ടവനായി പോയി അമ്മ. താലി കെട്ടിയ ഒരു നിമിഷം മുൻപ് എനിക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ആ താലിമല കണ്ടെടുക്കാം. നീ വാ, വാ എന്റെ കൂടെ. അമ്മ, വാ, 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 വന്നേ, വാ. വരാൻ. ഓക്കെ നാളെ രാവിലെ വന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. ആരാ ഗോവിന്ദ്? അയാളാണോ? വാ എന്താ ലച്ചു? മോനെ, അമ്മന്റെ താലിമാല ക്ഷേത്രത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു. നമുക്കത് കണ്ടുപിടിക്കണം. ഞാനും കൂടെ വരുന്നുണ്ട്. അയ്യോ, അമ്മ ഇപ്പൊ വന്നാൽ എങ്ങനെ ശരിയാവും? കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഓ, സംസാരിച്ച് സമയം കളയാതെ വണ്ടി എടുക്കാൻ നോക്ക്. ശരി. ഈ താലി ഇനി ഞാൻ അണിയാൻ പാടില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ദേവിയായി എനിക്ക് തന്ന താലി ദേവി തന്നെ തിരിച്ചെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയുടെ മകന്റെ താലി ഇനി അണിയേണ്ട പെണ്ണ് ഞാനല്ല, ചേച്ചിയാ. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. ഒരു പുരുഷന്റെ താലി രണ്ട് സ്ത്രീകൾ അണിയാൻ പാടില്ല എന്നല്ലേ?
പക്ഷേ ഒരു വട്ടം നീ അതാണ് എനിക്ക് കാണണം. നീ എൻ്റെ ആദ്യത്തെ മരുമോട്. കല്യാണ മണ്ഡപത്തിൽ നിന്ന് നിന്നെ കൂട്ടി ഞാൻ പോരാൻ കാരണമുണ്ട്. എനിക്ക് ആദ്യം നിലവിളക്ക് തന്ന് നിന്നെ എതിരേൽക്കണം. അത് കഴിഞ്ഞിട്ട് മതി ശ്രീകുട്ടിയുടെ ഗൃഹപ്രവേശം. വേണ്ടമ്മേ, ഇത് പാടില്ല. ഞാനതിന് കൂട്ടി നിൽക്കില്ല. ഇത് എന്റെ തീരുമാനം. അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ല. എന്റെ മകൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് നീ കാരണം മോളെ. അവൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ ബലത്തില ആപത്തിൽ നിന്നൊക്കെ അവൻ രക്ഷ നേടുന്നത്. ശരിതെറ്റുകളെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഇപ്പൊ ഞാൻ തയ്യാറല്ല. നീ ആ താലി ദേവിയെ ധ്യാനിച്ച് കഴുത്തിൽ അണിയണം. അമ്മേ, അത് കഴിയില്ലെന്ന് നീ പറയരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ ഇനി മംഗലശ്ശേരിയിലേക്ക് ഞാനില്ല. എനിക്ക് കഴിയില്ല മോളെ നിന്നെ മാറ്റി നിർത്തി ശ്രീകുട്ടിയെ സ്വീകരിക്കാൻ. നീ എന്നെ വേദനിപ്പിക്കാതെ ഈ താലി കഴുത്തിലണിഞ്ഞ് എന്റെ കൂടെ വാ. എന്റെ ചേച്ചി ഞാൻ ചതിക്കുന്നതിന് തുല്യത്. ഇത്രയും കാലം ഞാൻ ആരാണെന്ന് ചേച്ചിയോട് പറഞ്ഞില്ല. അന്ന് ചേച്ചി അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടില്ല എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാ ഇന്ന് ചേച്ചി അദ്ദേഹത്തിന്റെ ഭാര്യ. ഇനി ഞാൻ ഈ താലി അണിയുകയോ തുടർന്ന് മംഗലശ്ശേരിയിൽ ജീവിക്കുകയോ ചെയ്താ ചേച്ചിയെ ഞാൻ ചതിക്കുകയാണ്. ഞാനിത് ചെയ്യില്ലമ്മേ. മാത്രമല്ല മംഗലശ്ശേരിയിൽ ഇനി ജീവിക്കുകയില്ല. അപ്പൊ നീ അങ്ങനെയും തീരുമാനിച്ചോ? അതല്ലേ അമ്മേ ശരി. എന്റെ സ്ഥാനത്ത് നിന്ന് അമ്മ ഒന്ന് ഓർത്തു നോക്ക്. ശരിയാ മോളെ. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ഒരു തവണ കൂടി നീ ആ താലി അണിഞ്ഞ് മംഗലശ്ശേരിയിലേക്ക് വരണം. എല്ലാവരും എത്തുന്നതിന് മുൻപ് നിലവിളക്ക് തന്ന് എനിക്ക് നിന്നെ സ്വീകരിക്കണം. അതിനുശേഷം പൂജാമുറിയിൽ വെച്ച് നീ താലി അഴിച്ചോളൂ. അമ്മ നിന്റെ മുമ്പിൽ യാചിക്കല്ലേ മോളെ. ശ്രീദേവിയമ്മയുടെ ആഗ്രഹം ലച്ചു നിറവേറ്റി കൊടുക്കണം. മറ്റൊന്ന്, ലച്ചു ഈ മംഗലശ്ശേരി നിൽക്കുന്നത് ശരിയായ കാര്യമല്ല. ലച്ചു മനയിലേക്ക് പോന്നോളൂ. ലച്ചുവിനിപ്പോൾ വേണ്ടത് ഒരു ജോലിയല്ലേ? അമ്മ പറയുന്നതനുസരിച്ച് മോൻ എന്റെ കൂടെ വാ. ഞാൻ കാല് പിടിക്കണമെങ്കിൽ അതിന് തയ്യാറാ. അടുത്ത് അമ്മ അങ്ങനെയൊന്നും എന്നോട് പറയരുത്. എവിടെ താലിമാല? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.